ഇന്ന് രാവിലെ ദൈവവചനം സംസാരിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് അതേ ഭാഗങ്ങളിൽ തന്നെയാണ്. ഇന്ന് ഒരു ടൈറ്റിൽ എൻ്റെ മെസ്സേജിന് ഇടുന്നെങ്കിൽ ആ ടൈറ്റിൽ മറ്റൊന്നുമല്ല, ദൈവ മഹത്വത്തിൻ്റെ പെരുവഴികൾ. സ്തോത്രം. ദൈവ മഹത്വത്തിൻ്റെ പെരുവഴികൾ, എ ഹൈവേ ഫോർ ഗാഡ്സ് ഗ്ലോറി. പ്രൈസ് ഗാഡ്. കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ ജനമാകുന്ന നമ്മോട് സംസാരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടുവാനായിട്ട് ഒരുക്കപ്പെടുന്ന പെരുവഴികൾ. 2 ഭാഗങ്ങൾ വായിപ്പാൻ ഇച്ഛിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 2 ആ ഭാഗം യോഹന്നാൻ സ്നാപകൻ കോട്ട് ചെയ്തിരിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ ചുരുളുകളിൽ നിന്നാണ്. അത് യെശയ്യാ പ്രവാചകൻ 40-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. കർത്താവാകുന്ന യേശുക്രിസ്തുവിന് മുന്നോടിയായി കടന്നു വന്ന യോഹന്നാൻ സ്നാപകൻ താൻ ചെയ്യുവാൻ പോകുന്ന ശുശ്രൂഷ പൊതുജനത്തോട് വിളിച്ചു പറയുന്നൊരു ഭാഗമാണ് യെശയ്യാ പ്രവചനം ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. താങ്ക് യു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ. സ്തോത്രം. 5-ാമത്തെ വാക്യം. പ്രൈസ് ഗാഡ്. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം നാം വായിപ്പാനായിട്ടിടയായി 3-4 വാക്യങ്ങൾ 4-5 വാക്യങ്ങൾ. എന്നാൽ അതിൻ്റെ 6-ാമത്തെ വാക്യം ഇപ്രകാരം നാം വായിപ്പാനായിട്ടിടയാകുന്നു: സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഇന്ന് പകൽക്കാലം സ്തുതിച്ചാട്ട്. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും. പ്രൈസ് ദി ലോർഡ്. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും. ഹല്ലേലൂയ. യശയ്യാവിലേക്ക് നമുക്ക് പോകാം. എന്നാൽ അതിനു മുമ്പ് ഞാൻ ഓർപ്പിക്കട്ടെ, ഇപ്പോൾ ലോകവ്യാപകമായി ഉണർവുകൾ നാം കാണുകയാണ്. സ്തോത്രം. നമ്മുടെ ഇന്ത്യയിൽ ഉണർവുകൾ നടക്കുന്നു, മറ്റ് രാജ്യങ്ങളിൽ ഉണർവുകൾ നടക്കുന്നു. റിവൈവൽ എന്നുള്ള ടൈറ്റിലിൽ പല മീറ്റിങ്ങുകൾ നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. അത് ഉപവാസമായും പ്രാർത്ഥനയായും ഡിക്ലെയർ ചെയ്യുന്നൊരു പതിവാണ് പല സ്ഥലങ്ങളിൽ നാം കാണുന്നത്. പണ്ട് ഉപവാസവും പ്രാർത്ഥനയും 3 ചിലർ പറഞ്ഞേക്കാം 3 ഇരുന്നു, 7 ഇരുന്നു, 14 ഇരുന്നു, 21 ഇരുന്നു, 40 ഇരുന്നു. ഇപ്പൊ ചിലയിടങ്ങളിൽ 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ലതാ. സ്തോത്രം. ദിനങ്ങൾ വേർതിരിച്ച് ഇങ്ങനെ ദൈവസ്ഥലിൽ ഇരിക്കുന്ന സാഹചര്യങ്ങൾ. നല്ല പ്രാസംഗികരെ കൊണ്ടുവരുന്നു പ്രസംഗത്തിനു വേണ്ടി, നല്ല പാട്ടുകാരെ കൊണ്ടുവരുന്നു പാട്ടിനു വേണ്ടി. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹങ്ങളിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതൊന്നും തെറ്റുള്ളൊരു കാര്യമല്ല. സ്തോത്രം. പുതിയ നിയമത്തിന്റെ പശ്ചാത്തലം നാം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു ഭാഗങ്ങളിലും ഉണർവ് ശുശ്രൂഷകൾ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കാരണം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ദൈവസഭ സ്ഥാപിക്കപ്പെട്ടത് 2-ാം അധ്യായത്തിൽ നാം ദർശിക്കുന്നെങ്കിൽ ആ 2-ാം അധ്യായം ദൈവസഭ സ്ഥാപിക്കപ്പെട്ടതിന്റെ ഒടുവിലേക്ക് നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ പ്രമാണിച്ച് കർത്താവിന്റെ ആത്മാവിനെ അനുസരിച്ച് അപ്പോസ്തല ഉപദേശം പ്രമാണിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പേ ആകെ ഭയത്തോടും ഭക്തിയോടും കൂടെ നിൽക്കുന്ന ഒരു സമൂഹത്തെ, സഭയെ പ്രവൃത്തികളുടെ പുസ്തകം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. എവിടെ ഉണർവ് വേണമെന്ന് അറിയാമോ? എവിടെയാണ് രൂപാന്തരം വേണ്ടുന്നത്? എവിടെയാ മാനസാന്തരം വേണ്ടുന്നത്? പുതിയ നിയമത്തിൽ പ്രവൃത്തികളുടെ പുസ്തകം നാം കാണുന്നില്ല. കാരണം അവർ കൂടുതലും ദൈവത്തിന്റെ വചനത്തെ പ്രമാണിച്ച് നടക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും കൂട്ടായ്മയും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പഴയ നിയമത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ സംഭവങ്ങൾ ഞാൻ കൊണ്ടുവരുവാൻ ഇച്ഛിക്കുന്നില്ല. എങ്കിൽ തന്നെയും പഴയ നിയമത്തിന്റെ പല താളുകളിലും ദൈവത്തിന്റെ ജനം ഉണർവിനായി കണ്ണുനീരോടുകൂടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അവയാചനയോടുകൂടെ ദൈവസ്ഥനിലേക്ക് അടുത്തു വരുന്ന ഭാഗങ്ങൾ നമുക്ക് ദർശിപ്പാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേണ്ടുന്ന ഒരു ചേഞ്ച് ആണ്.
എന്നാൽ പല സ്ഥലങ്ങളിലും അതൊരു സീസണൽ ചേഞ്ച് ആയിട്ട് നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്നു, വീക്കെൻഡിൽ ഉണ്ടാകേണ്ടുന്ന ചേഞ്ച് അല്ല, കൺസിസ്റ്റന്റ് ആയി ദൈവത്തിന് മുൻപാകെ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് അവന്റെ വചനം അനുസരിക്കുന്ന ഭക്തന്മാരായി നിലനിൽക്കുവാനായിട്ട് ദൈവം ഇഷ്ടപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. വീക്കെൻഡ് മിനിസ്ട്രികൾ എളുപ്പമാ, വീക്കെൻഡ് കൂടിവരവുകൾ എളുപ്പമാണ്. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ സ്വർഗം ഇച്ഛിക്കുന്നത് ആ ഉണർവുകൾ ഒരു ഒക്കേഷണലാകാതെ, ഒരു സീസണലാകാതെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഹൃദയത്തെ അനുരൂപപ്പെടുത്തിക്കൊണ്ട് വചനത്തിന് മുമ്പിൽ ഉറയ്ക്കുന്നവരായും ദൈവത്തെ ആരാധിക്കുന്നവരായും ആത്മാവിൽ പുഷ്ടി അനുഭവിക്കുന്നവരുമായും ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കുന്ന തലമുറയായി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയോട് ഇന്ന് രാവിലെ ആത്മാവിൽ ഉണർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. മാറ്റം വരുന്നില്ല എങ്കിൽ മീറ്റിങ്ങുകൾ കൊണ്ട് പ്രയോജനമില്ല. ഹൃദയത്തിന് രൂപാന്തരം സംഭവിക്കുന്നില്ല എങ്കിൽ ഉപവാസം കൊണ്ട് പ്രയോജനമില്ല. മനോഹരമായ പാട്ടുകൾ പാടിയതുകൊണ്ടോ കേട്ടതുകൊണ്ടോ ആഴമേറിയ വചനങ്ങൾ പ്രസംഗിക്കുന്നത് കൊണ്ടോ കേൾക്കുന്നത് കൊണ്ടോ മനപരിവർത്തനം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തിന് ജനമാകുന്ന നമുക്ക് ഒരു റിവൈവൽ വളരെ അത്യാവശ്യമാണ്, ഒരു ഉണർവ് വളരെ അത്യാവശ്യമാണ്. എത്ര പേർക്ക് അതിനോട് ആമേൻ പറയുവാനായിട്ട് കഴിയും? ദൈവജനമാകുന്ന നമുക്ക് ആഴത്തിലുള്ള ഒരു ഉണർവ് വളരെ അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ ദൈവം ചട്ടങ്ങൾ കൊടുക്കുന്നു, കൽപ്പനകൾ കൊടുക്കുന്നു, വിധികൾ കൊടുക്കുന്നു, സാക്ഷ്യങ്ങൾ കൊടുക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ജനം പലപ്പോഴും ദൈവത്തോട് മുഖം തിരിച്ച് ആലോചനയെ പുറകോട്ട് എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന പശ്ചാത്തലങ്ങൾ. ഇന്നലെ പകലിൽ ദൈവം സംസാരിച്ചത് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എഫ്രേമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. അവരുടെ പേര് തന്നെ വില്ലാളികളാണ്, അവർ ആയുധമുണ്ടായിരുന്നവരാണ്. എന്നാൽ യുദ്ധ ദിവസത്തിൽ മുന്നോട്ട് ഒരു അടി പോലും വെക്കുവാൻ കഴിയാതെ പിന്തിരിഞ്ഞു പോയ എഫ്രേമിനെ നോക്കി സംഗീതക്കാരൻ പറയുകയാണ്, എന്താണെന്നറിയാമോ പരാജയത്തിന്റെ കാരണം? അവർ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് നടന്നില്ല. ദൈവം ചെയ്ത നന്മകൾ ഓർക്കാതെ, അതിനെ ഗണ്യമാക്കാതെ നടന്നൊരു തലമുറ. യെസ്, ദൈവത്തിന്റെ പ്രമാണങ്ങൾ ഓർക്കാതെ, ദൈവം ചെയ്ത നന്മകൾ മറന്ന്, പ്രമാണങ്ങളെ പുറകോട്ട് എറിഞ്ഞു കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയൊരു തലമുറ എഫ്രേം, സൺസ് ഓഫ് എഫ്രേം. അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞില്ല. ജീവിതത്തിലെ പരാജയം. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ദൈവ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും എല്ലാം കൊടുത്തു. എന്നാൽ എവിടെല്ലാം പ്രമാണം ലംഘിക്കപ്പെട്ടുവോ അവിടെല്ലാം ദൈവത്തിന്റെ ഇടപെടലുകൾ ദൈവസഭയ്ക്കകത്ത്, സമൂഹത്തിനകത്ത് ദൈവം ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാവിലെ മനസ്സിലാക്കുന്നുണ്ട്? എവിടെല്ലാം പ്രമാണങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെല്ലാം ദൈവസാന്നിധ്യത്തിൽ അഗണ്യമാക്കിയിട്ടുണ്ടോ, ആ സ്ഥാനങ്ങളിലും സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും ആ രാജ്യങ്ങളിലും ആ രാജാക്കന്മാരിലും ആ ആലയങ്ങളിലെല്ലാം ദൈവപ്രവൃത്തി ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് രാജ്യം നഷ്ടപ്പെട്ടു, രാജാവ് നഷ്ടപ്പെട്ടു, ആലയം നഷ്ടപ്പെട്ടു, പുരോഹിതന്മാർ നഷ്ടപ്പെട്ടു, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, ചാർച്ചക്കാർ സ്നേഹിതർ നഷ്ടപ്പെട്ടു. എല്ലാം ഇല്ലാത്തവരായി തൻ്റെ ജനം ആയിപ്പോയൊരു ഘട്ടം. അതാ യെശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ജനത്തോട് ദൈവം സംസാരിക്കുന്ന ഒരു വാഗ്ദത്ത വചനം, മശികയുടെ വരവിനോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ സ്നാപകൻ ന്യായപ്രമാണത്തിൻ്റെ എൻ പോയിന്റിൽ വന്ന് പുതിയ നിയമത്തിൻ്റെ ആ പ്രാരംഭ ഘട്ടങ്ങളിൽ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ താൻ ഈ കോട്ട് ചെയ്യുന്ന ഭാഗം യെശയ്യാ പ്രവചനത്തിൻ്റെ ഭാഗമാ. 40-ാം അധ്യായത്തിലേക്കൊന്ന് വന്നാട്ട് അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാൻ. 40-ന്റെ 3 മുതൽ. പ്രൈസ് ഗാഡ്. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്,
മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി ഒരുക്കുവീൻ. വായിക്കാം. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. യെസ്, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. ഈ ഭാഗങ്ങളിൽ മതി. ഈ ഭാഗങ്ങളിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരു വാക്യവുമല്ല. ഞാൻ വിശ്വസിക്കുന്നു യഹോവയുടെ മഹത്വം വെളിപ്പെടും. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിൽ പറയുവാൻ കഴിയുമോ? The glory of God shall be revealed and all the flesh will witness it. Thus says the Lord. യഹോവയുടെ വായ് അരുളി ചെയ്യുന്ന വചനം എന്താണെന്നറിയാമോ? യഹോവയുടെ മഹത്വം ആലയത്തിൽ വെളിപ്പെടും. യഹോവയുടെ മഹത്വം നമ്മുടെ റെസ്പെക്റ്റീവ് കുടുംബങ്ങളിൽ വെളിപ്പെടും. യഹോവയുടെ മഹത്വം നമ്മുടെ തലമുറകളിൽ വെളിപ്പെടും. യഹോവയുടെ മഹത്വം നാം ആയിരിക്കുന്ന ദേശങ്ങളിൽ വെളിപ്പെടും. Praise the Lord. യെശയ്യാവിന്റെ പുസ്തകം 66 അധ്യായങ്ങളിൽ ആദ്യ 39 അധ്യായങ്ങൾ പല ഭാഗങ്ങളിൽ ന്യായവിധി പോലെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം തന്റെ ജനത്തെ വിധിക്കുന്ന വിധികൾ, തന്റെ ജനത്തോട് ഇടപെടുന്ന ഇന്റർവെൻഷൻസ്, തന്റെ ജനത്തിന് അനുസരണക്കേടുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ദൈവം, തന്റെ ജനത്തിന് ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവം. അങ്ങനെ 39 അധ്യായം 6 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകനാകുന്ന യെശയ്യാവ് തന്റെ ജനമാകുന്ന ഇസ്രായേലിന് ഉണ്ടാകുവാൻ പോകുന്ന സംഭവങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്ന ഒരു ഭാഗം 39. അതിന്റെ 6 വാക്യം നാം ഒന്ന് ശ്രദ്ധിച്ച്. 39:6 നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന ഒരു കാലം വരുന്നു. ദൈവത്തിന്റെ മക്കൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ ആലോചന. സമയാസമയങ്ങളിൽ തന്നെ ദാസിദാസന്മാരെ എഴുന്നേൽപ്പിച്ചോ. വിധികളും ചട്ടങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും പ്രമാണിക്കാതെ ദൈവത്തിന് നേരെ മുഖം തിരിച്ച് മുന്നോട്ട് പോകുന്ന ജനത്തെ ദൈവത്തെങ്കിലെ കറക്റ്റ് ചെയ്യുവാൻ വേണ്ടി സമയാസമയങ്ങൾ ആലോചനകൾ അരളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കൾ വിശ്വസിക്കണം, പ്രവചനം തെറ്റത്തില്ല. ദൈവം അരളി ചെയ്യുന്ന അരുളപ്പാടുകൾ തെറ്റത്തില്ല. ഇന്ന് രാവിലെ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ സഭയെ തന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട്, ഇന്ന് രാവിലെ നമ്മുടെ സഭയെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് അരുളപ്പാടുകൾക്ക് ചെവി കൊടുക്കുന്ന തന്റെ മക്കളായി ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കൾക്ക് തീരാം. പ്രൈസ് ദി ലോർഡ്. നിന്റെ രാജധാനിയിൽ വായിക്കുമ്പോൾ വേദന ഉളവാക്കുന്ന വാക്യമാ. രാജാവിനോട് പറയുന്നു രാജധാനിയിലുള്ളതൊക്കെയും, ജനത്തോട് പറയുന്നു നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. അടുത്ത വാക്ക് ഒട്ട ഒഴിയാതെ. സംഭവിച്ചോ? സംഭവിച്ചു. ചില പ്രിക്കോഷണറി മെസ്സേജസും ചില പ്രിക്കോഷണറി വാർണിങ്ങുകളും സമയാസമയങ്ങളിൽ നമ്മോട് സ്വർഗം അരുളി ചെയ്യുമ്പോൾ, എനിക്കറിയത്തില്ല ദൈവാത്മാവ് എന്താ ഇങ്ങനെ നടത്തുന്നുവെന്നോ, ചില പ്രിക്കോഷണറി മെസ്സേജസും പരിശുദ്ധാത്മാവിൻ്റെ ആഴത്തിൽ ദൈവാത്മാവ് നമ്മെ തൊട്ട് സംസാരിക്കുന്ന ചില ചിന്തകൾ പല സന്ദർഭങ്ങൾ അരളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു സീസണലായിട്ട് മാറരുത്. ആവർത്തിച്ച് പറയുന്നു, ഒക്കേഷണലായിട്ട് മാറരുത്. കേൾക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടുന്ന അനുഭവം മാത്രമായി മാറരുത്. കർത്താവിൻ്റെ വരവിനെ കൺപാർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സഭയോട് പറയുന്നു 365 ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം കൽപ്പിച്ചാക്കിയെങ്കിൽ ഈ 2024 6 മാസം അരവയസ്സ് പിന്നിടുന്ന ഘട്ടത്തിൽ എൻ്റെ കർത്താവിൻ്റെ വരവ് എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ട് ദൈവസഭയെ അരുളപ്പാടുകൾക്ക് ഇന്ന് രാവിലെ കാതോർക്കാം. പ്രൈസ് ദി ലോർഡ്.
കർത്താവിൻ്റെ ചേഞ്ചസ് ദൈവം അയക്കുമ്പോൾ അതെല്ലാ തലങ്ങളിലും പ്രത്യക്ഷപ്പെടും. ഞാൻ ടൈറ്റിൽ പറഞ്ഞല്ലോ, എ ഹൈവേ ഫോർ ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരുക്കുന്നൊരു പെരുവഴികൾ. 40-ാം അധ്യായം യെശയ്യാവിൽ അതിൻ്റെ 5-ാം വാക്യത്തിലല്ലേ നാം കണ്ടത്, 6-ാം വാക്യത്തിൽ യഹോവയുടെ മഹത്വം എന്ത് ചെയ്യും? തൻ്റെ സകല ജനവും എന്ത് ചെയ്യും? കാണും. സ്തോത്രം. 6-ാം വാക്യത്തിൽ നാം അത് കാണുന്നെങ്കിൽ, അത് വെളിപ്പെടണമെങ്കിൽ നടക്കേണ്ടുന്ന ചില പ്രോസസ് ഉണ്ട്. എന്താ പ്രോസസ്? 5-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ മക്കളെ ശ്രദ്ധിച്ച്, യഹോവയുടെ മഹത്വത്തിനായി പെരുവഴി ഒരുക്കുവാനുള്ള പ്രോസസ്. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും അതിനെ കാണുമെന്ന് അരുളി ചെയ്തെങ്കിൽ അതിൻ്റെ പ്രോസസ് 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേഴ്സ് 4, പ്രോസസ് ഒരു പ്രക്രിയയാണ്. എല്ലാ താഴ്വരയും നികന്നും, എല്ലാ മലയും കുന്നും താണും വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം. അങ്ങനെയെങ്കിൽ 3-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ മക്കളെ നോക്കിയ 3-ാമത്തെ വാക്യം, പ്രൈസ് ദി ലോർഡ്, വേഴ്സ് 3, കേട്ടോരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ. Listen to me. Prepare a way for the Lord. എന്തൊരുക്കണം? പറഞ്ഞേ, എന്തൊരുക്കണം? വഴിയൊരുക്കണം. എന്നാൽ ഈ വഴി ഇപ്പൊ എങ്ങനത്തെ വഴിയാണെന്നറിയാമോ? ഇപ്പോഴത്തെ വഴി എങ്ങനെയാ? എല്ലാവരും ശ്രദ്ധിച്ചേ. ഇപ്പോഴത്തെ വഴി എങ്ങനെയാ? വഴി ഒരുക്കുമെന്ന് പറയുവാൻ കാരണം വഴി ഇപ്പൊ എന്താ? മോശമാ. ഇപ്പൊ കുന്നാ, മലയാ, താഴ്വരയാ, വളഞ്ഞതാ, ദുർഘടമാ. രാവിലെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവം യാതൊരു പിശുക്കും കാണിക്കുന്നില്ല. വിടുതൽ ദൈവം അയപ്പാൻ വിശ്വസ്തനാ. God is a faithful God and He wants to send His glory upon His people. And God is asking them, prepare a way for the Lord's glory to come down and would pass through you. നിന്നിലേക്കൊന്ന് പാസ് ചെയ്യുവാൻ നീ വഴി തുറക്കണം, വഴി ഒരുക്കണം. ആ വഴി ഒരു ഹൈവേ ആകാനാണ് ദൈവം ഇച്ഛിക്കുന്നത്. നമ്മൾ നാട്ടിലായാലും ഇവിടെയൊക്കെ ആയാലും ഹൈവേ എടുക്കുമ്പോൾ അല്പം ദൂരമൊക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്തുവാ? പറഞ്ഞേ, ഹലോ, നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താ? പെരുവഴി. ഹൈവേയുടെ മലയാളം പെരുവഴി എന്നുള്ളത്. പ്രിഫർ ചെയ്യുന്ന പെരുവഴിയാ. കാരണം അല്പം കൂടെ സ്മൂത്തായിട്ട് പോകാൻ നോക്കും. ട്രാഫിക്കിൻ്റെ ആ ബ്ലോക്കൊക്കെ മാറ്റി നിർത്തിയാൽ അല്പം കൂടെ സ്മൂത്തായിട്ടൊക്കെ പോകാൻ നോക്കും. 55-60 പറയുന്നിടത്ത് ദൂതനെയൊക്കെ വിളിച്ച് 80-90 പോകുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. വളരെ സ്പീഡോടുകൂടെയൊക്കെ പോകാനൊക്കെ സാധിക്കും. ഈ പെരുവഴിയിൽ ഒരു ഫ്ലോയുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഉണർവിന് എൻ്റെതായ ഒരു ഭാഷ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരുക്കപ്പെടുന്ന നിലത്ത് ഒഴുകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനെ ഞാൻ ഉണർവെന്ന് രാവിലെ വ്യാഖ്യാനിപ്പാൻ ഇച്ഛിക്കുന്നു. ഒരുക്കപ്പെടുന്ന നിലങ്ങളിൽ ഒഴുകുന്ന യഹോവയുടെ നദിക്ക് ഇറ്റ്സ് എ ബ്ലസ്സിംഗ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കട്ടെ. ഒരുക്കപ്പെടുന്ന നിലങ്ങളിൽ ഒഴുകുന്ന യഹോവയുടെ സാന്നിധ്യം. എന്ത് നടക്കണം? ഒരു പ്രിപ്പറേഷൻ നടക്കണം. എന്ത് നടക്കണം? ഒരു ഒരുക്കം നടക്കണം. ഇസ്രായേലിനോട് ദൈവാത്മാവ് പറയുക, 40-ാം അധ്യായം തുടങ്ങുമ്പോൾ ന്യായവിധിയുടെ വാക്കല്ല, ആർദ്രതയുടെ വാക്കാ.
40 തുടങ്ങുമ്പോൾ ന്യായവിധിയുടെ വാക്കുകളല്ല, ജഡ്ജ്മെന്റ് അല്ല, കരുണയുടെ വാക്കുകളാ. എൻ്റെ ജനത്തെ ഞാൻ ആശ്വസിപ്പിക്കാൻ പോകുകയാ. എൻ്റെ ജനത്തെ ഞാൻ മടക്കി കൊണ്ടുവരാൻ പോകുകയാ. എൻ്റെ ജനത്തിൻ്റെ മേൽ ഉദ്ധാരണം അയക്കാൻ പോകുകയാ. എൻ്റെ ജനത്തിൻ്റെ മേൽ ആത്മസാന്നിധ്യം അയക്കാൻ പോകുകയാ. എൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ സൗഖ്യം അയക്കാൻ പോകുകയാ. എൻ്റെ ജനത്തിനൊരു മടങ്ങി വരവ് കൊടുക്കാൻ പോകുകയാ. എൻ്റെ ജനത്തിന് നഷ്ടപ്പെട്ടതിനെ ഞാൻ മടക്കി കൊടുക്കാൻ പോകുകയാ. Praise the Lord. അതിനുവേണ്ടി ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ റോഡ് വെട്ടാൻ പോവുക കേട്ടോ ഇന്ന് രാവിലെ. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നോ? വി ആർ ഗോയിങ് ടു മേക്ക് എ ഹൈവേ. ആർ യു റെഡി? ഹലോ, അതെങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? കുന്നു മതിയോ? മല മതിയോ? പിന്നെ ഞാൻ ഇവിടെ അലർക്ക് പോയി പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ. മല മതി. ആരും കൈവക്കരുത്. മലയും കുന്നും മതിയോ? താഴ്വര മതിയോ? വളഞ്ഞ വഴി മതിയോ? റഫായിട്ടുള്ള ഭാഗത്ത് മതിയോ? സ്തോത്രം. പ്രവാചകനോട് ദൈവം പറയുക, നീ വഴി വെട്ടിയാൽ, നിന്റെ ജനത്തിന് ഉത്ബോധം കൊടുത്ത വഴി വെട്ടുവാനായിട്ടുള്ള മനസ്സ് അവർക്കുണ്ടെങ്കിൽ ആ വഴിയിൽ ഇറങ്ങുന്ന ഒരു ദൈവമഹത്വമുണ്ട്. ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. If you are ready to prepare the way, listen to me. എന്നോട് കൂടെ ശ്രദ്ധിച്ചോ. സ്തോത്രം. അടുത്ത ചില മിനിറ്റുകൾ we are going to construct a highway for us to experience God's glory. സകല ജഡവും ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്തോത്രം. ഒന്നാമത്തെ എന്താണ് പറയുന്നത്? എല്ലാ താഴ്വരയും. ഈ താഴ്വര എന്നുള്ളത് എങ്ങനെ കിടക്കുന്ന സ്ഥലമാ? പറഞ്ഞോ. താണു കിടക്കുന്ന സ്ഥലം. ആരെങ്കിലും ഹൈവേ വെട്ടുമ്പോൾ ഇങ്ങനെ താഴോട്ട് പോയി പിന്നെ അവിടുന്ന് മേപ്പോട്ട് കയറി പിന്നെ കുന്ന് കയറി നിങ്ങൾ ഹൈവേ എന്ന് പറയുമോ? പറയൂ ഇല്ലയോ? പറയത്തില്ല. ഒരു പ്രോജക്റ്റ് നമ്മൾ ഏൽക്കാൻ പോവുക ഇപ്പോൾ കേട്ടോ. വി ആർ ഗോയിങ് ടു ഡു എ പ്രോജക്റ്റ് ടുഗെദർ. ദൈവാത്മാവ് പറയുന്നു, എല്ലാ താഴ്വരയും നികന്നു വരണം. All lower points in connection with the Spirit of God needs to be elevated high. എന്താ ഈ താഴ്വര എന്നറിയാമോ? ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കഴിയാത്ത രീതിയിൽ താഴോട്ട് 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 പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ദൈവാത്മ വളരെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾ കേൾക്കണം. ലോവർ പോയിന്റ്സാ, ലാക്കിങ്ങാ, ഇല്ലായ്മകളാണ്. ഞാൻ ഭൗതികമല്ല പറയുന്നത്. സാന്നിധ്യമില്ലാത്ത മണ്ഡലങ്ങൾ, സാന്നിധ്യത്തോട് ഡിസ്കണക്റ്റഡ് ആയിട്ട് പോയിരിക്കുന്ന മണ്ഡലങ്ങൾ. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നത് താഴ്വരയിലേക്ക്, ദൈവസാന്നിധ്യമില്ലാത്ത മേഖലകളിലേക്ക് പോയിരിക്കുന്ന ജനം ഒരു ദൈവമഹത്വം കാണണമെങ്കിൽ ആ താഴ്വരകൾ എന്ത് ചെയ്യണം? ലെവൽ ചെയ്യപ്പെടണം. ലെവൽ ചെയ്യപ്പെടണം. ഒക്കുമോ? പ്രൈസ് ദി ലോർഡ്. സ്പിരിച്വൽ വിഷയങ്ങളിൽ താഴ്വരകൾ, പ്രാർത്ഥനാക്കുറവുകൾ. മനസ്സിലാക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ മക്കൾ? വി ആർ ലാക്കിംഗ് ദ പ്രേയേഴ്സ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തക ധ്യാനം, ദൈവത്തോടുള്ള സംസാരം, ചർച്ചിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിലുള്ള വരവുകൾ, ആരാധനയ്ക്കായിട്ടുള്ള സമയം വേർതിരിപ്പാൻ കഴിയാത്ത അനുഭവങ്ങൾ, ആത്മമണ്ഡലം തിരക്ക് വന്ന ശുഷ്കിച്ചും ശോഷിച്ചുമിരിക്കുന്ന മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുക, ആ താഴ്വരയിൽ നിൽക്കുന്ന കാലത്തോളം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുവാനോ അനുഭവിപ്പാനോ കഴിയുകയില്ല. നിങ്ങൾ ശാന്തമായി ശ്രദ്ധിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നു. ദൈവവചനം വ്യാഖ്യാനിച്ചു കഴിയുമ്പോൾ ഈ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഭാഗങ്ങൾ എന്താണെന്നറിയാമോ? ദൈവത്തോടുള്ള ബന്ധത്തിൽ ലെവൽ ചെയ്യുവാൻ കഴിയാതെ, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ കഴിയാതെ, ആത്മമണ്ഡലങ്ങൾ അധപ്പതിച്ച് യാഗപീഠങ്ങൾ തകർക്കപ്പെട്ട, ദൈവസാന്നിധ്യമില്ലാതെ താഴോട്ട് 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 പോയിക്കുന്ന മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ദൈവസഭയോട് വെളിപ്പെടുത്തുമ്പോൾ
എവിടെയാണ് പരാജയം, എവിടെയാണ് കുറവുകൾ, എവിടെയാണ് ക്രമീകരിക്കേണ്ടത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആഴ്ചയിൽ 7 ദിവസത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സാവകാശമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ദൈവത്തോട് അന്യപ്പെട്ട് കിടക്കുന്ന താഴ്വരകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ താഴ്വരകളിൽ ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ സംസാരിക്കുന്നു. അതെല്ലാം നികന്ന് ലെവലായിട്ട് മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടങ്ങളിൽ പൈസ കൊടുത്താൽ പല ജോലികൾ ചെയ്യിപ്പിക്കാൻ നമുക്ക് ആൾക്കാരെ കിട്ടും. എന്നാൽ എൻ്റെ ജീവിതത്തിലെ താഴ്വരകൾ നികത്തുവാൻ പണത്തിന് ഒക്കത്തില്ല, എൻ്റെ ഭാര്യയ്ക്കൊക്കത്തില്ല, എൻ്റെ ഭർത്താവിനൊക്കത്തില്ല, എൻ്റെ ഉപദേശിക്കൊക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കിടക്കുന്ന താഴ്വരകൾ എലിവേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ശ്രമിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ശ്രമിക്കണം. ശ്രമിക്കാൻ ഒക്കുവോ? ദൈവാത്മാവ് ഒന്നാമതായിട്ട് പറയുന്നതാ, എൻ്റെ മഹത്വം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടണമെങ്കിൽ എന്നോടുള്ള ബന്ധത്തിൽ നിന്റെ ജീവിതത്തിൽ ഉളവായിരിക്കുന്ന താഴ്വരകൾ നികന്നു വരത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേൾക്കുമ്പോൾ സമർപ്പിക്കുന്ന ജീവിതാനുഭവങ്ങൾ, കയ്പ്, കോപം, ക്രോധം, ദൈവസാന്നിധ്യമില്ലാതെ മേയുന്ന മേച്ചിലുകൾ, സ്പിരിച്വൽ മണ്ഡലത്തിൽ അത് വരുമ്പോൾ, ഭൗതിക മണ്ഡലത്തിൽ ഫിസിക്കൽ വേൾഡിൽ ബന്ധങ്ങളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, ഒരുപാട് മറ്റ് ക്രൈസിസുകൾ, ഇതെല്ലാം നമ്മെ താഴ്വരയിലേക്ക് തള്ളിയിടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴിവെട്ടുവാൻ പ്രവാചകനോട് ആവശ്യപ്പെടുമ്പോൾ ഒന്നാമതായിട്ട് പറയുന്നു, ആ കുണ്ടും കുഴികൾ ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ നികന്നു വരട്ടെ. Let those be filled by the word and the Holy Spirit. ഒന്നാമത്തേത് ലിഫ്റ്റഡ് അപ്പ്, എലിവേറ്റ് ചെയ്യുക, ഉയർന്നു വരിക. വായിക്കാം. എല്ലാ താഴ്വരയും നികന്നും. രണ്ടാമത്തേത് എല്ലാ മലയും എല്ലാ കുന്നും. ഈ താഴ്വര കുഴിയെങ്കിൽ ലാൻഡ്സ്കേപ്പ് നടത്തുമ്പോൾ മലയും കുന്നും നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? പറഞ്ഞേ. പൊക്കമാണോ അല്ലയോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. താഴ്വര കുഴിയാണ് നമുക്കറിയാം, ലോ പോയിന്റാ, ലോവർ ലെവൽസാ. എന്നാൽ കുന്നും മലയും ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ? എന്താ ഉയർന്ന അനുഭവങ്ങളാ. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുക, വഴിവെട്ടുമ്പോൾ ഒന്നാമത് കുഴികൾ നികത്തി വരുമ്പോൾ രണ്ടാമത് ജീവിത മണ്ഡലങ്ങൾ ഉയർന്നിരിക്കുന്ന മലകൾ പോലെ, കുന്നുകൾ പോലുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്, ഉയർന്നിരിക്കുന്ന മേഖലകളുണ്ട്. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? ഇടിച്ച്, പറഞ്ഞോ, അതിനെ ഇടിച്ച് നിരത്തണം. ബുൾഡോസറൊക്കെ കൊണ്ടുവന്ന റോഡ് പണികൾ നടക്കുമ്പോൾ ഇടിച്ചു നിരത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഇസ്രായേലിനോട് പറയുകയാണ് പ്രവാചകനിൽ കൂടെ, മഹത്വം പോയ സാഹചര്യത്തിൽ ആ മഹത്വം മടക്കി നൽകുവാൻ ഇച്ഛിക്കുന്ന ഒരു ദൈവം. താഴ്വരകൾ നിങ്ങൾ നികത്തുമ്പോൾ അവിടെ കൊണ്ട് പരിപാടികൾ തീരുന്നില്ല. ദൈവത്തോടുള്ള ബന്ധങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ആത്മമണ്ഡലം വർധനയ്ക്ക് വേണ്ടി താല്പര്യപ്പെട്ട് കഴിയുമ്പോൾ മുന്നോട്ടുള്ള ഗമനത്തിൽ പർവ്വത സമാനമായി ഉയർന്നിരിക്കുന്ന ബാരിയേഴ്സ്, മൗണ്ടൻസ്, ഹിൽസ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്നും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന ഉയർന്നു നിൽക്കുന്ന വല്ലതും ഉണ്ടോ? അല്ല, മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നല്ല മലയാളം തന്നെയല്ലേ പറയുന്നത്. ദൈവസാന്നിധ്യമേ നമ്മിൽ കുടികൊള്ളുന്നതിന് തടസ്സമായി നമ്മുടെ സ്വഭാവത്തിനോ നമ്മുടെ ഇടപാടുകൾക്കോ
നമ്മുടെ ജീവിത ശൈലികളിൽ മലകൾ പോലെ, കുന്നുകൾ പോലെ ബന്ധങ്ങൾ സ്ഥാപിപ്പാൻ കഴിയാതെ, സ്നേഹിക്കുവാൻ കഴിയാതെ, കരുതുവാൻ കഴിയാതെ, ക്ഷമിക്കുവാൻ കഴിയാതെ, ആർദ്രതയില്ലാതെ, കരുണയില്ലാതെ ഇന്ന് രാവിലെ ഏതെങ്കിലും വഴികൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നിരിക്കുന്നെങ്കിൽ, ദൈവാത്മാവ് വരെ നോക്കി പ്രധാനമായിട്ടും പറഞ്ഞ പ്രൈഡാ, അഹംഭാവം. ഇന്നലെ രാവിലെ എഫ്രൈമിൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ ഹോശേയ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചെറുതായിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ഒന്ന് പഠിച്ചു. ഇന്നലെ പകലിൽ ഹോശേയ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് എഫ്രൈമിൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയത്തിൻ്റെ കാരണങ്ങൾ, അവൻ്റെ അഹംഭാവം അവൻ്റെ മുഖത്ത് സാക്ഷിക്കുന്നു. അവൻ മലിനപ്പെട്ടു, ജാതികളോട് ഇടത് കലർന്നിരിക്കുന്നു, മറിച്ചിടാത്ത ദോഷ. സ്തോത്രം. വടിയോട് അരുളപ്പാട് ചോദിക്കുന്നു, പരസംഗത്തിൽ ഏർപ്പെട്ടിരിക്കുക, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. തൻ്റെ ഹുങ്ക, തൻ്റെ അഹങ്കാരം, തൻ്റെ ഉന്നത ഭാവം, താനെന്നൊരു ഭാവം, ഇതെല്ലാം ഉയർന്നിരിക്കുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ദൈവം സംസാരിച്ച് ഞാൻ പറയുവാൻ ഇടയാത്തീർന്നു. യോഹന്നാന്റെ മനോഭാവം ഇന്ന് പകൽക്കാലം നമുക്ക് കടന്നു വരുവാൻ കഴിയുമോ? അവനോ വളരണം, ഞാനോ കുറയണം. പ്രൈസ് ദി ലോർഡ്. ഉയർന്നിരിക്കുന്ന മല ഞാനെന്നൊരു ഭാവം, എല്ലാം ഞാൻ, എൻ്റെ കുടുംബത്തിൽ ഞാൻ, എൻ്റെ ഓഫീസിൽ ഞാൻ, എൻ്റെ സഭയിൽ ഞാൻ. I is the biggest problem all over the world. ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം ഇച്ഛിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുക, കുന്ന് താഴോട്ട് വരണം, മലകൾ ഇടിച്ച് താഴോട്ട് വരണം. ദൈവത്തിന് നദിയിലെ വെള്ളമൊഴുകുവാൻ തടസ്സമാകുന്ന സകല കട്ടകളും ഉടച്ചു നിരത്തപ്പെട്ടേ മതിയാകുകയുള്ളൂ. സംഗീതക്കാരൻ പറഞ്ഞ യഹോവയുടെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് ഒഴുക്കുന്ന ദൈവം. എന്നാൽ ഭൂമിയിലെ കട്ടകൾ ഇന്ന് രാവിലെ ഉടച്ചു നിരത്തപ്പെടണം. റേബാന ഹസ്തര ധനാധര ശമന ഘടകജാനക സന്തരാധകാരക. എന്തിലാ എനിക്ക് നിങ്ങൾക്ക് ഭാവിച്ചു വരുവാനുള്ളത്? ഹോശേയ പ്രവാചനത്തിൽ കൂടെ ദൈവാത്മാവ് സംസാരിക്കുന്നു. അവന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷിക്കുന്നു. സ്തോത്രം. വഴി വെട്ടണമെങ്കിൽ കുന്നുകൾ മാത്രം നികന്നു വന്നാൽ പറ്റത്തില്ല. ഉയർന്നു നിൽക്കുന്ന മലകളും ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ എന്ത് ചെയ്യണം? നിരന്നു വരണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം, നമ്മുടെ ആക്ഷൻ, നമ്മുടെ അപ്രോച്ച്, നമ്മുടെ നടത്തം എങ്ങനെയുണ്ടെന്ന് രാവിലെ നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ? ഞാനെന്ന ഭാവം ഈ പ്രസംഗിക്കുന്ന ഉപദേശിയിലോ കേൾക്കുന്ന നിങ്ങളിലോ കൊണ്ടുവരുന്നെങ്കിൽ അത് ദൈവികമല്ല, അത് പൈശാചികമാണ്. സ്തോത്രം. ഈ ലോകത്ത് പാപം ഉണ്ടാകുവാനും ലൂസിഫർ വെട്ടേറ്റ് താഴെ വീഴുവാനും കാരണം അത്യുന്നതനാകുന്ന ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മേളിൽ ഞാൻ കയറും എന്നൊരു ഭാവം അവൻ്റെ അകത്ത് കയറിയപ്പോൾ പ്രവാചകൻ പറയുന്നു, അരുണോദയ പുത്രനാകുന്ന ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് താഴെ വീണു. ഞാൻ രാവിലെ ആരെയും പേടിപ്പിക്കാനോ പ്രൊവോക്ക് ചെയ്യുവാനല്ല ഞാൻ പറയുന്നത്. ഇനി ദൈവമഹത്വം വെളിപ്പെട്ടേ ഒക്കത്തുള്ളൂ. ഈ വർഷത്തിൻ്റെ 6 മാസം കഴിഞ്ഞോ? വിഷയങ്ങൾ വെളിപ്പെടണോ. സകല ജഡവും ദൈവമഹത്വം കാണണമെന്ന് പറയണമെങ്കിൽ പ്രവാചകൻ ആ വാക്ക് മാത്രം പറയുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാ. ആ മഹത്വം വെളിപ്പെടണമെങ്കിൽ പ്രവചനത്തിൽ കൂടെ ദൈവാത്മാവ് പറയുന്നു, ഒരു വഴി ഒരുക്കപ്പെടണം. There needs to be prepared a way for the glory of God to come down and to pass through that way. Jesus. Hallelujah. നമ്മുടെ പ്രൈഡ്, നമ്മുടെ അയ്യെന്നുള്ളൊരു ഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ വാക്കുകൾ, ഞാൻ എന്നൊരു ഭാവം എല്ലാം ഇടിയട്ടെ.
എല്ലാം ഇടിയട്ട. സ്തോത്രം. നമ്മൾ പാട്ടൊക്കെ പാടും, മലകളെ. ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ് ചെയ്യാന്നല്ലോ, പെട്ടെന്ന് വായിലേക്ക് വരുന്നില്ല. മലകൾ. നിങ്ങൾക്ക് ഇൻഡെക്സിലേക്ക് പോകണോ? സ്തോത്രം. അതല്ല. മലകൾ ഇടിച്ചു നിരത്തപ്പെടുന്ന ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസുണ്ട്. ഇനി തപ്പിക്കൊണ്ട് നമ്മുടെ സമയം പോകും, സമയമില്ല. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിലെ മലകളെല്ലാം എന്ത് ചെയ്യണം? ഇടിച്ച് നിരത്തപ്പെടണം. സ്തോത്രം. ഇനി മൂന്നാമത്തെ പ്രവാചകം പറയും. ഇപ്പോൾ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുവോ കേട്ടോ, ശ്രദ്ധിച്ചോ. കുഴിയൊക്കെ എന്ത് ചെയ്തു? ലെവൽ ചെയ്തു. കുറച്ച് കിലോമീറ്റർ മുന്നോട്ട് പോയി. അങ്ങനെ പോയപ്പോഴാണ് മലയൊക്കെ കണ്ടത്. ആ മലയും കുന്നൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? ബുൾഡോസർ കൊണ്ടൊക്കെ ഇടിച്ചെന്ത് ചെയ്യുമോ? ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ മുന്നോട്ട് പോയി. ഇവിടെ കൊണ്ട് ഒക്കത്തില്ലല്ലോ. അങ്ങോട്ട് മുന്നോട്ട് പോയി പ്രവാചകൻ പറയുകയാണ്, സ്തോത്രം, വളഞ്ഞ വഴികളൊക്കെ ചൊവ്വായിട്ട് വരണമെന്ന്. വളഞ്ഞ വഴികൾ, ക്രൂക്കഡ് പാത്ത് ഷാൽ ബി മെയ്ഡ് സ്ട്രേറ്റ്. വളഞ്ഞ വഴി എന്താകണം? ചൊവ്വാകണം. ഈ ഹൈവേ കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് ഓടിക്കാൻ ഒക്കുവോ? ഹെയർ പിൻ റോഡ്. മനസ്സിലാകുന്നുണ്ടോ? അന്നേരം മൂന്നാമത് പ്രവാചകൻ പറയുകയാണ്, ഈ മഹത്വം ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് നികത്തിയും ഇടിച്ചും തകർത്തും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വളഞ്ഞ വഴികളൊക്കെ ചൊവ്വായിട്ട് വരണം. അങ്ങനെയല്ല ഇരിക്കുന്നത്, വളഞ്ഞത് ചൊവ്വായിട്ട്. ഞാനതൊന്ന് പരിശോധിച്ചപ്പോൾ ഡിസെപ്റ്റീവാ. വളഞ്ഞതിനെ പറഞ്ഞത് വഞ്ചനകളാ. എന്താ? വഞ്ചനകൾ. പ്രോമിസ് ചെയ്യുന്ന ഒന്ന്, ഡെലിവറി ചെയ്യുന്ന മറ്റൊന്ന്. പ്രസംഗിക്കുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, വോക്ക് യുവർ ടോക്ക്. പറയുന്നത് തന്നെ എന്ത് ചെയ്യണം? ചെയ്യണം. വഞ്ചനയുടെ ആത്മാവ് ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പിശാച് വഞ്ചിക്കപ്പെട്ടവനാ. പിശാച് തൻ്റെ ജനത്തെ വഞ്ചിച്ചവനാ. ആ ജനം വഞ്ചിക്കപ്പെട്ടു. വഞ്ചന മുഖേന പാപ ലോകത്തിലേക്ക് കടന്നു വന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു വളഞ്ഞ വഴികൾ ഉണ്ടാകരുത്. ഒരു വഞ്ചനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മൾ തന്നെ പരിശോധിച്ചാൽ മതി. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഡിസീവിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രവാചകൻ പറയുകയാണ് തന്നെ ജനത്തോട്, ഹല്ലേലൂയ, തോട്ടത്തിൽ വഞ്ചനയാണ് നടന്നത്. ആ വഞ്ചനയുടെ കോൺസിക്വൻസ് ആണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ തന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ സകല വഞ്ചനകളും നിങ്ങളുടെ സകല വ്യാജഭാവവും ഇതൊക്കെ നീക്കിക്കളഞ്ഞൊക്കത്തുള്ളൂ. ദൈവത്തിന്റെ മക്കൾ വഞ്ചന ഉണ്ടാകരുത്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾക്ക് ഹിപ്പോക്രസി ഒന്നും ഉണ്ടാകരുതെന്ന്. ഹിപ്പോക്രസി, വഞ്ചനയുടെ ആത്മാവ്. ഒരു വ്യക്തിയെ പോലും വഞ്ചിക്കരുത്. ഒരു വ്യക്തിയെ പോലും ഡിസീവ് ചെയ്യരുത്. പരിശുദ്ധാത്മ പറയുന്നു, ഡിസീവിങ് ഉണ്ടാകരുത്, വഞ്ചനകൾ ഉണ്ടാകരുത്, വളഞ്ഞ വഴികൾ ചൊവ്വായിട്ട് വരണം. അടുത്തത് നാലാമത്തത് വായിച്ചേ. ദുർഘടങ്ങൾ എന്ത് ചെയ്യണം? സമഭൂമിയായിട്ട് വരണം. അല്ലേ? ഈ ദുർഘടങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് ഉപയോഗിച്ചിരുന്ന റഫ് പ്ലേസസ് എന്നാ, അല്ലേ? ഈ റഫ് എന്ന് പറഞ്ഞ എന്തോ റഫിനെ നിങ്ങൾ മലയാളത്തിൽ റഫ് എന്താ? നല്ല മലയാളം ഞാൻ പറയും, മൂശാട്ടതരം ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്തുണ്ടാകരുത്? നിങ്ങൾ കേട്ടിട്ടില്ല ആ വാക്ക്? പണ്ടൊരു സഭയിലൊരു അച്ഛൻ്റെ പേര് മൂശാട്ട തങ്കച്ചെന്നായിരുന്നു. ഇവിടെ കേൾക്കുന്നില്ലെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആരും ഇല്ലല്ലോ അങ്ങനെ തങ്കച്ചെന്നുള്ളത്. ഞാൻ ശുശ്രൂഷ സഭയൊന്നും നല്ലൊരു സഭയിലൊരു അച്ഛനിട്ടേക്കുന്ന പേര് മൂശാട്ട തങ്കച്ചൻ. സ്വഭാവമായതുകൊണ്ട് ആൾക്കാർ വിളിക്കുന്നത് നേരിട്ടങ്ങ് വിളിക്കും. മൂശാട്ട തങ്കച്ചൻ്റെ വീട്ടിൽ ഈ ആഴ്ച പ്രാർത്ഥന എന്നാണ് പറയുന്നത്. സ്ഥലവും കാലം എന്നോട് ചോദിക്കരുത്. ഇത് റഫ്നെസ് എന്ന് പറഞ്ഞത്. റഫ്നെസ്. നമ്മളെന്തോ കാണിച്ച് എങ്ങോട്ട് പോകാനിരിക്കുക? നമുക്ക് ഒരു മൂശാട്ടത്തരത്തിൻ്റെ ആവശ്യമില്ലെന്നേ. രാവിലെ എഴുന്നേക്കാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ സഹായിച്ചപ്പോൾ എഴുന്നേറ്റപ്പോൾ ഒരു ബലം ഇടുന്ന മൂക്കിലൊക്കെ ശ്വാസം ഉണ്ടായതുകൊണ്ട് എഴുന്നേറ്റല്ലേ? രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് വയറ് നിറച്ച് കഴിച്ചവർക്കായിട്ട് സ്തോത്രം, കഴിക്കാത്തവർക്കായിട്ട് സ്തോത്രം. എന്നാലും ദിവസത്തിലേക്ക് നമ്മൾ വന്നല്ലോ. എന്തോ കാണിക്കാനാ?
കർത്താവ് പറഞ്ഞതിൻ്റെ എല്ലാം മൂശാട്ടത്തരമൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക, എല്ലാ ക്രൂക്കഡ് റഫ്നെസ് ഒക്കെ അങ്ങ് മാറ്റുക. ഞാനങ്ങ് തനി മലയാളം നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ മലയാളികളല്ലേ, ആഡി സിസ്റ്റർ ഇവിടെ ഇല്ലല്ലോ ഇപ്പം. അല്ല പിന്നെ എന്നോടൊന്ന് ചോദിക്കുക എന്താ മൂശാട്ടെന്നുള്ളേ. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളെ, ക്രൂക്കഡ് ഷാൽ ബി മെയ്ഡ് സ്ട്രേറ്റ് ആൻഡ് ദ റഫ് പ്ലേസസ് പ്ലെയിൻ. റഫ്നെസ് ഉണ്ടല്ലോ, റഫ. എൻ്റെ റഫറൻസ് എനിക്കറിയാം, നിങ്ങളുടെ റഫറൻസ് നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ പറയും അങ്ങ് കുക്കു സാഹിബിൻ്റെ കാലഘട്ടത്തിൽ സ്നാനപ്പെട്ടിയാണ്, പക്ഷെ ഇന്ന് റഫറൻസ് എന്ത് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. മാറിയിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെ നിന്ന് പരിശോധിക്കേണ്ട. എന്നാലും ഒന്ന് ഉള്ളം ദൈവത്തോട് പറ. രക്ഷിക്കവരുടെ വർഷങ്ങളായില്ലേ, സ്നാനപരുടെ വർഷങ്ങളായില്ലേ, ഇന്നും ഈ പറഞ്ഞ പോലെ ഈ റഫ്നെസ്സിന് കുറവുണ്ടോ? ഇന്നലെ ദേവദാസൻ രാത്രി വന്നപ്പോൾ പറഞ്ഞൊരു പാസ്റ്ററെ കുറിച്ച്, ഹമാരാ പിതാ ചർച്ച് മേ ദൂത് ഹേ ലേക്കിൻ ഘർ മേ ബൂത് ഹേ. വീട്ടിലാരാ? സോറി, ചർച്ചിലാരാ ദൂതൻ, വീട്ടിലാരാ? ഒരു സഹോദരിയുടെ കാര്യം കഴിഞ്ഞ രാത്രി ദൈവദാസൻ പറഞ്ഞ മറ്റൊന്ന് സഹോദരന്മാരോട് പ്രൊവോക്ഡ് അല്ല, ഒഫൻഡഡ് ആകരുത്. താൻ പറഞ്ഞതാ, ഒരു സഹോദരി കൊണ്ട് ഒറ്റ മീറ്റിംഗ് മുടങ്ങത്തില്ല, എല്ലാ മീറ്റിംഗും ദിവസത്തിലേക്ക് വരും. ഭർത്താവ് അല്പം ഉഴപ്പന്നെ. പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ ആ ഭാര്യയെ കണ്ടൊന്ന് പഠിക്കുക, അവരെന്ത് ദൈവസ്നേഹമുള്ള സ്ത്രീയാ, ഒരു യോഗം പോലും മുടങ്ങത്തില്ലല്ലോ. ആ ദൈവദാസനോട് ആ വിശ്വാസി ഇങ്ങനെ പറഞ്ഞെന്നാണ് താൻ പറഞ്ഞത്. താൻ ഗുജറാത്തിൽ നിന്ന് വന്ന സാക്ഷ്യമാണ്. പാസ്റ്റർ, ഞാനൊരു ദിവസം വീടിൻ്റെ വാതിൽ തുറന്നിടാം, പാസ്റ്റർ വന്നിട്ട് എവിടെയെങ്കിലും പാത്തൊന്നിരിക്കണം, എന്നിട്ട് എൻ്റെ ഭാര്യയുടെ സ്വഭാവവും വർത്തമാനവും പ്രവൃത്തിയൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ചില മണിക്കൂർ വീട്ടിൽ വന്നിരുന്നാൽ മതിയെന്ന്. പുരുഷന്മാരും സ്ത്രീകളും ഉപദേശിയൊന്നും മോശമല്ല. എന്നാൽ ഇന്ന് രാവിലെ ഒരു ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ എങ്ങോട്ട് വരണമെന്നറിയാമോ? താഴോട്ട് വരണം. റഫ്നെസ് എല്ലാം നീക്കണം. കാൽവരിയുടെ ഗിരിമുകളിൽ കർത്താവ് തൻ്റെ പരമയാഗമായി തൻ്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി നൽകി, തൻ്റെ ശരീരം നമുക്ക് വേണ്ടി യാഗമായി തീർന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പൈതലെ എന്തിൽ പ്രശംസിപ്പാനാ, എന്തിൽ പുകഴുവാനാ, എന്തിൽ ഉയരുവാനാ? ഇതെല്ലാം ജ്ഞാനത്തോടിരിക്കുന്ന മനുഷ്യ, ഇന്ന് രാവിലെ നിനക്ക് വിവേകം വേണം. ജ്ഞാനം വന്നു പോകുന്നതാ, ബലം വന്നു പോകുന്നതാ, ശക്തി വന്നു പോകുന്നതാ, പണം വന്നു പോകുന്നതാ, ബ്യൂട്ടി വന്നു പോകുന്നതാ. എന്നാൽ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഉണ്ടല്ലോ, അതിനെ മാറ്റുവാൻ ഒരു ദുഷ്ടനും കഴിയുകയില്ല. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 5:22 ഒന്നാം ലേഖനം വായിക്കേണ്ട. പൗലോസ് പറയുന്നുണ്ട്, സകലവിധ ദോഷവും എന്ത് ചെയ്യണം? വിട്ടകലണം. സകലവിധ ദോഷവും. അന്നേരം വഴി ഒരുക്കപ്പെട്ടു കേട്ടോ. ദൈവമക്കൾ ശ്രദ്ധിക്കണം, എനിക്ക് 5 മിനിറ്റ് കൊണ്ട് നിർത്തണം. ഇപ്പോൾ വഴി ഒരുക്കപ്പെടുവാൻ തൻ്റെ ദാസനാകുന്ന പ്രവാചകനിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഈ വഴി ഒരുക്കപ്പെടുന്നത് മഹത്വം ഇറങ്ങാനാ. മഹത്വം ഇറങ്ങുവാൻ 1 താഴ്വര നികന്നോ. 2 മലകൾ കുന്നുകൾ ഇടിച്ചു നിരത്തേണം. അടുത്തത് സ്തോത്രം, ദുർഘട വളഞ്ഞത് ചൊവ്വായി തീരണം. ദുർഘടങ്ങൾ എന്ത് ചെയ്യണം? സമഭൂമിയാക്കി മാറണം. ആ സന്ദർഭങ്ങൾ 9-ാം വാക്യം 40:9 ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിച്ചേ. 40:9 സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. Behold, your God is here. ഓ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എല്ലാവരും ശ്രദ്ധിക്കണം. 2 മിനിറ്റ് വൈകിപ്പോയാൽ എല്ലാ ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിരിക്കുന്ന പ്രൊസീഡിങ്സ്, ദൈവം പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ തന്റെ ജനത്തിന്റെ മേൽ ക്രമീകരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മ പറയുകയാണ്, ഇതാ നിങ്ങളുടെ ദൈവമാകുന്ന യഹോവ. ദൈവസാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങുവാനായിട്ടിടയായി. വൈഡാമാന ധീവാരക്ഷ വൈഡാമാന അർത്ഥനാരകത സന്തനാരകക്ഷസ്യ. ഭയപ്പെടാതെ പറയുകയാണ്, ഇതാ നിങ്ങളുടെ ദൈവം. Behold, your God is here. ദൈവം ഇറങ്ങുമോ? ദൈവമക്കൾ പറ. ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 10-ാം വാക്യം. The God of might
അവൻ ബലശാലിയാ. ജീസസ്, നിന്നെ കെട്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നെ അതുപോലെ വിട്ടേച്ച് പോകുന്നവനല്ല. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം മഹത്വം ഇറങ്ങുമ്പോൾ അവൻ ബലശാലിയായി വരുന്നവനാ. ശ്രദ്ധിക്കുക ദൈവമക്കളോട് ശ്രദ്ധിക്കുക. He's a God of might. എന്താ സാധ്യം ദൈവത്തിന്? പറയാം, എന്താ സാധ്യം? Is there anything hard for God? Nothing. He is a powerful God. പ്രശ്നം ഇറങ്ങാനൊക്കുന്നില്ല, പ്രശ്നം വസിക്കാനൊക്കുന്നില്ല, പ്രശ്നം മൂവ് ചെയ്യാനൊക്കുന്നില്ല. 9 ഇതാ നിങ്ങളുടെ ദൈവം വരുന്നു. 10 അവൻ വരുന്ന ബലശാലിയായി. 13 വാക്യം, 13 verse 13. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രി അവന് ഗ്രഹിക്കുകയോ ചെയ്തവനാർ. He is a God of wisdom. Praise the Lord. ദൈവത്തിന് അറിയാം എന്ത് ചെയ്യണമെന്ന, എങ്ങനെ മുന്നോട്ട് പോകണം ദൈവത്തിന് അറിയാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുക, മനുഷ്യന്റെ നോളജ് ലിമിറ്റഡാ, മനുഷ്യന്റെ ഡിസൈൻമെന്റ് ലിമിറ്റഡാ. എന്റെ ദൈവം ചില പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ he is not only the God of might, he is the God of wisdom. എന്റെ ദൈവം വിവേകത്തോടു കൂടെ തന്നെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തെ പരാജയപ്പെടുത്താൻ ഒരിക്കലും കഴിയത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തികളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. He is a God of might and he is a God of wisdom. Rama Shandara Ramtharasya Ragala Chelkara Dibaragachasya. Hallelujah. He is the God of wisdom. He is the God of might. തീർന്നില്ല. പ്രവാചനം അനുസരിച്ച ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ആരംഭിക്കുമ്പോൾ അടുത്ത പദം 12-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം. അടുത്തത് God of tenderness. ഒരിടയനെ പോലെ അവൻ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും. വായിച്ചാട്ടോ, ഒരുമിച്ച് വായിച്ചാട്ടോ. കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ആമേൻ. ശ്രദ്ധിക്കണമേ. എത്ര കടിച്ചു കീറിയാലും, എത്ര ദൈവം തമ്പുരാൻ നമ്മളോട് തന്റെ കോപം ജ്വലിപ്പിച്ചാലും, പ്രവാചകൻ പറഞ്ഞെന്താണെന്നറിയാമോ? ആ മഹത്വം ഇറങ്ങുവാനായിട്ട് ഇച്ഛിക്കുന്ന ഒരു ദൈവം, ആ വഴി ദൈവത്തിന്റെ മക്കൾ വെട്ടിക്കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പ്രത്യേകതയാ. ബലശാലിയാകുന്ന ദൈവം ഗോഡ് ഓഫ് മൈറ്റ്, വിവേകിയായ ദൈവം ഗോഡ് ഓഫ് വിസ്ഡം. അടുത്തത് നല്ലൊരു ഇടയൻ, ഗോഡ് ഓഫ് ടെൻഡർനെസ്. അതൊന്ന് ശ്രദ്ധിച്ച്, ഒരു ഇടയനെ പോലെ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും. അടുത്തത് കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവൃത്തി സ്വർഗം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വാക്യം, അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, 12 മുതലുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിച്ച്. 12 മുതലുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അടക്കുകയും ചാണി കൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും, പ്രൈസ് ദി ലോർഡ്, ഭൂമിയുടെ പൊടി നാഴി കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവനാർ. ആ വാക്യം അവിടെ നിന്ന് കിടക്കട്ടെ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിന്റെ ഏതെങ്കിലും പ്രശ്നം, സഹോദര സഹോദരി, ഈ ആകാശത്തേക്കാൾ വലുതാണോ? ആണോ? Praise the Lord. God is asking the question, the problems that you are facing, is it bigger than the skies? Praise the Lord. Praise the Lord. ഈ ആകാശത്തേക്കാൾ വലുതാണോ ദൈവം ചോദിക്കുന്നത്? പർവ്വതങ്ങളെക്കാൾ വലുതാണോ നിന്റെ ഉയർന്നിരിക്കുന്ന വിഷയങ്ങൾ? ദൈവം ചോദിക്കുക. നിങ്ങൾ ഈ വാക്യം ഇങ്ങനെ വ്യാഖ്യാനിക്കണം. ദൈവാത്മാവ് എന്നോട് ചിന്തകൾ സംസാരിപ്പാനായിട്ടിടയായി. നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സ്തോത്രം, വലിയ ഓഷനേക്കാൾ, ഇരമ്പി പായുന്ന സമുദ്രങ്ങളെക്കാൾ വലുതല്ല നീ അനുഭവിക്കുന്ന വിഷയങ്ങൾ. അവയെ ദൈവത്തിന് നിയന്ത്രിപ്പാൻ കഴിയുന്നെങ്കിൽ എന്റെ ദൈവം തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളമടക്കുകയും, ഓഷൻസ് ഇരമ്പി പായുന്നതിന് അപ്പുറമായിട്ട് പ്രശ്നമില്ല. ആ വെള്ളത്തെ തന്റെ കയ്യിൽ വഹിക്കുന്നവൻ.
ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്നവൻ, പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കം ചെയ്തവൻ ആർ? ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ പ്രശ്നം കാഠിന്യമുള്ളതാ, ശരിയാ. എന്നാൽ എന്റെ ദൈവത്തെക്കാൾ വലിയതല്ല നിന്റെ പ്രശ്നം. എന്റെ ദൈവത്തെക്കാൾ വലുതല്ല നിന്റെ പ്രശ്നം. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്യാൻ കഴിയും? എന്റെ ദൈവത്തെക്കാൾ വലുതല്ല നിന്റെ പ്രശ്നം. എന്റെ ദൈവത്തെക്കാൾ വലുതല്ല പ്രശ്നം. Any of my problems, they are not bigger than my God. The Spirit of God says to the church this morning, He wants to send His glory upon the people of God. If and only if, provided the people of God should be ready to prepare the way for the glory of God to come down. All the valleys shall be lifted up. It needs to be elevated. All the things those are projected like hills and the mountains needs to be lowered down. All our natures, actions, our attitudes, all the crooked paths needs to be straightened, and all the roughness needs to become calm down. Then you will see the glory of God coming down. He's a God of might. He's a God of wisdom. He's a God of tenderness. Once He comes down, gets into his life, what a beauty. That's what the prophet said. Glory of God. ഇന്ന് രാവിലെ എല്ലാ കണ്ണുകളും അടച്ചാട്ട.